ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഒരു തേർഡ് പാർട്ടി റീഡിംഗ് ആണ്. അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് തേർഡ് പാർട്ടി റീഡിംഗ് എടുത്തിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി ലെവൽ ഏത് രീതിയിലാണ്, അതുപോലെ തന്നെ അവർക്ക് ഈ ഒരു തേർഡ് പാർട്ടിയോടുള്ള ഇപ്പോഴത്തെ ഒരു മനോഭാവം എന്താണ് എന്നുള്ള കാര്യങ്ങളാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് എന്തെങ്കിലും രീതിയിലുള്ള ഫീലിങ്സ് തോന്നുന്നുണ്ട് എന്നുള്ളതും കൂടെ നമുക്ക് ഇതിലൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതൊരു തേർഡ് പാർട്ടി റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണുക. ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിക്കാതെ ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും റെസനേറ്റ് ആവാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. എൻ്റെ അടുത്ത് നിന്ന് റീഡിംഗ് എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഇതിന്റെ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വാട്സ്ആപ്പ് നമ്പർ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു ജനറൽസ് റീഡിങ്ങും ടൈംലെസ് റീഡിങ്ങുമാണ്. നിങ്ങൾ എപ്പോഴൊക്കെയാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് പൂർണ്ണമായിട്ട് നിങ്ങളൊരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ വീഡിയോയുമായിട്ട് കണക്ട് ആവാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അതോടൊപ്പം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതും അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരുമിച്ച് ആ ഒരു നല്ല നല്ല മൊമെന്റ്സ് മുന്നോട്ടേക്ക് പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സണും ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് സെവൻ ഓഫ് സോൾസ് ആണ്. ഒരു ചീറ്റിംഗ് എനർജിയാണ് ആദ്യമേ കാണിച്ചിരിക്കുന്നത്. അതായത് അവരുടെ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വലിയ രീതിക്ക് ഒരു ചീറ്റിംഗ് നടന്നിരിക്കുന്നു, അല്ലെങ്കിൽ വലിയ രീതിക്ക് ഒരു വേദന ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും നിങ്ങളുടെ പേഴ്സണ് അനുഭവിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ട് കാണിക്കുന്നുണ്ട്. ഇവർക്കിടയിൽ 5 ഓഫ് wands ആണ് വന്നിരിക്കുന്നത്. വളരെയധികം പ്രശ്നങ്ങൾ, വഴക്കുകൾ ഒക്കെ നടന്നിരിക്കുന്നതായിട്ടും അതിന്റെ ഭാഗമായിട്ട് ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ വന്ന് നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു ലോ എനർജിയിലാണ് ഇപ്പൊ അവരുടെ റിലേഷൻഷിപ്പ് നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നിങ്ങളുടെ വ്യക്തി അതിനെ ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഇമോഷൻസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ആ ഒരു റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് നല്ല രീതിയിലേക്ക് എത്തിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നതായിട്ട് തന്നെ കാണുന്നുണ്ട്. പക്ഷെ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്കൊരു പരാജയമാണ് അവിടെ നേരിടേണ്ടി വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് അവരുടെ ഒരു എനർജി ലെവൽ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ കാണുന്നത്. അപ്പൊ നമുക്ക് ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറയാം. ഈ ഒരു പേഴ്സണ്, നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു മനോഭാവം ഏത് രീതിയിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ സെവൻ ഓഫ് സോൾസ് ആദ്യം വന്നിട്ടുണ്ട്. ഒരു വലിയ ചതിയിൽ അല്ലെങ്കിൽ വലിയൊരു വേദനയിൽ അകപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ട് തന്നെ ഞാൻ ഓൾറെഡി തന്നെ പറഞ്ഞു. 5 ഓഫ് wands നെക്സ്റ്റ് കിട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇപ്പൊ ഇവർക്ക് ഇടയിൽ പുറത്തു നിന്നുള്ള വ്യക്തികളുടെ സാന്നിധ്യം കാണിക്കുന്നുണ്ട്. ഒന്നിലധികം സിറ്റുവേഷൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പല വ്യക്തികൾ മുഖേന ഇവരുടെ റിലേഷൻഷിപ്പിൽ ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് ഇവരുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരു കളവ് കാണിച്ചിരിക്കുന്ന ഒരു അവസ്ഥ. നിങ്ങളുടെ വ്യക്തി അറിയാത്ത രീതിയിൽ പല കാര്യങ്ങളും ഈ ഒരു തേർഡ് പാർട്ടി ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ചെയ്തിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് അറിഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിയുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് വഴക്ക്, ഫൈറ്റിംഗ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. ആ ഒരു രീതിയിലാണ് അവരുടെ ബന്ധം ഇപ്പൊ മുന്നോട്ടേക്ക് പോകുന്നത്. ഇവരിപ്പോ ഒരുപാട് ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്ത് മുന്നോട്ടേക്ക് ഇതിനെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാനായിട്ട് നോക്കുന്ന അല്ലെങ്കിൽ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇപ്പൊ ഒരു ചിന്തകൾ കാട് കയറിയിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. വൺസ് ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നങ്ങൾ നിങ്ങളുടെ പേഴ്സണിൽ ഇപ്പൊ പ്രകടമായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും. ഒരു ഊണും ഉറക്കവും ഇല്ലാതെ പൂർണ്ണമായിട്ട് ഇതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്ന്. പക്ഷെ അതിനൊന്നും സാധിക്കാതെ നിരന്തരമായിട്ട് പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഇവരുടെ ഒരു നെഗറ്റിവിറ്റി മൈൻഡിലാണ് ഇവർ നിൽക്കുന്നത്. പൂർണ്ണമായിട്ടും ഒരു നെഗറ്റീവ് തോട്ട്സ്, ഓവർ തിങ്കിങ്, എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് പുറത്തു കിടക്കണം എന്നുള്ള ഒരു ചിന്തയിലൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി ആയിട്ടാണ് ഇവിടെ കാണുന്നത്.
ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഇവരുടെ റിലേഷൻഷിപ്പിൽ വന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ പേഴ്സണ് ഇപ്പൊ ഈ ഒരു തേർഡ് പാർട്ടിയോടുള്ള ആ ഒരു സ്നേഹം തീർച്ചയായിട്ടും അവർ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് തേർഡ് സിറ്റുവേഷന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്നേഹത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മറ്റു പല മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സ്നേഹത്തിന്റെ ഭാഗമായിട്ട് ആ ഒരു ലവിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെ ആയിരിക്കും പോയിരിക്കുന്നത്. എന്നാൽ ഇപ്പൊ അവർ എന്ത് സിറ്റുവേഷന്റെ കാരണം കൊണ്ടിട്ടാണോ അങ്ങോട്ടേക്ക് പോയത് എന്നുണ്ടെങ്കിലും ഇപ്പൊ അവർക്ക് അതൊരു ഭാരം അല്ലെങ്കിൽ അവർക്കൊരു ചിന്തകൾ കാട് കയറി കഴിഞ്ഞിട്ട് നെഗറ്റീവ് തോട്ട്സ് ആണ് അവിടെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു ചിന്തയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ വരുന്നത്. ഇവർക്ക് ഏത് രീതിയിലാണ് ഇതിൽ നിന്നൊന്ന് പുറത്ത് കടക്കുക എന്നൊരു ചിന്തയിലാണ് അവരിപ്പോ മുന്നോട്ടേക്ക് പോകുന്നത്. സെവൻ ഓഫ് wands ആണ്. ഒരുപാട് മെഡിറ്റേഷൻസ് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രേ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്താണ് ഈ ഒരു കാര്യത്തിൽ ഇനി തീരുമാനം എടുക്കേണ്ടത് എന്നൊരു ചിന്തയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. തീർത്തും ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഹെർമിറ്റ് എനർജി ആണ് വന്നിരിക്കുന്നത്. ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും വൈകാരികപരമായിട്ട് പൂർണ്ണമായിട്ടും അവർക്കൊരു തീരുമാനം എടുക്കാനായിട്ട് അവിടെ സാധിച്ചിട്ടില്ല. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇപ്പൊ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്നിട്ടൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നിങ്ങളും അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തികളുടെ എനർജി ആയിരിക്കും നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇവർക്ക് എന്തായാലും ആ ഒരു തേർഡ് പാർട്ടിയുടെ കാര്യത്തിൽ തീരുമാനം വൈകാരികപരമായിട്ട് പൂർണ്ണമായിട്ട് ഒരു തീരുമാനം എടുത്ത് ഇവർ ഇറങ്ങിയിട്ടില്ല. അവിടെ തന്നെ സ്റ്റക്ക് ആണ് അല്ലെങ്കിൽ ട്രാപ്പിൽ അകപ്പെട്ടിരിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ചീറ്റിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ചീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണ് ഇപ്പൊ അവിടെ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ലെറ്റ് ഗോ ചെയ്യണം, ചാടി പോരണം എന്നൊരു ചിന്ത അവരുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിലും അവർ ആകെപ്പാടെ ട്രാപ്പിൽ പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആഗ്രഹം ഉണ്ടെങ്കിലും നടക്കാൻ പറ്റാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. കാരണം ഇവിടെ ഒന്നിലധികം സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. ഉപദ്രവവും കാര്യങ്ങളും അല്ലെങ്കിൽ പോലും ഇവർക്ക് അവിടെ നിന്ന് മൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇവർ ആകെ പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണുന്നുണ്ട്. അവരിൽ ഒരു ഭയം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും പുറത്ത് കടക്കണം എന്നൊരു ചിന്തയാണ് നിങ്ങളുടെ പേഴ്സണിൽ ഇപ്പൊ നിഴലിച്ചു നിൽക്കുന്നത്. ഒരു പുതിയ തുടക്കം ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തീർത്തിട്ട് ബുദ്ധിപൂർവ്വം തന്നെ വളരെയധികം പാഷനേറ്റ് ആയിട്ട് തന്നെ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് ഇവർ മാക്സിമം ട്രൈ ചെയ്തു എന്നുണ്ടെങ്കിലും അവിടെയും അവർക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത് വലിയൊരു വേദന തന്നെയാണ്. എഗെയിൻ ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരുപാട് ചീറ്റിംഗ് അവർക്ക് അവിടെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ ഏത് രീതിയിലാണോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയിരിക്കുന്നത് അതേ സെയിം തന്നെ മെത്തേഡ് അല്ലെങ്കിൽ അതേ സെയിം തന്നെ കർമ്മയാണ് അവർക്ക് അവിടെ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കാഴ്ചപ്പാടുകൾക്കെല്ലാം ഇപ്പൊ ഒരു വ്യത്യസ്തത കൈവന്നു തുടങ്ങിയിട്ടുണ്ട്. ബുദ്ധിപൂർവ്വം എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും മാറിപ്പോരണം എന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് അവർ ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് അവിടെ ഒരുപാട് തടസ്സങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവർ ഒരുപാട് ശ്രമിക്കും തോറും അവർക്ക് അവിടെ തടസ്സങ്ങൾ വരുവാണ്. അവിടുന്ന് പൂർണ്ണമായിട്ട് അവർക്ക് വിട്ടുപോരാനായിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അവിടുന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. അവർ ഒരുപാട് ഭയം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവർ പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. എന്ന് വെച്ചാൽ ഇവർ ഈ ഒരു തേർഡ് പാർട്ടിയെ പല കാരണങ്ങളാൽ ഭയക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു ഭയമാണ് അവരുടെ ആ ഒരു സ്റ്റക്നെസിന്റെ മെയിൻ റീസൺ ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ജീവിതത്തിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ബാലൻസിങ്ങിലേക്ക് എത്തിക്കണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവിധ വേദനകളും പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ട് അവിടെ നിന്ന് ഒരു റീബർത്ത് വേണം എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. തന്റെ സ്വാർത്ഥമായ മനോഭാവം കൊണ്ട് തന്നെയാണ് ഈ ഒരു സിറ്റുവേഷനിലേക്ക് അകപ്പെട്ടു പോയിരിക്കുന്നത് എന്നും അവരിപ്പോൾ മനസ്സിലാക്കുന്നതായിട്ട് തന്നെയാണ്. അതിന് സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുന്നു, കംപ്ലീറ്റ്ലി നെഗറ്റിവിറ്റി. അപ്പൊ സ്വയം വരുത്തി വെച്ച വിനയാണ് ഇത് എന്നൊരു തിരിച്ചറിവ് എന്തായാലും ഇപ്പൊ അവർക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു നെഗറ്റിവിറ്റി തോട്ട്സ് ഇവിടെ പൂർണ്ണമായിട്ട് നിൽക്കുമ്പോഴും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഒരു വെള്ളരി പ്രാവ്, ഒരു വൈറ്റ് കളർ പ്രാവിനെ കാണാൻ സാധിക്കും. അതെന്ന് പറയുന്നത് അവരുടെ ചിന്തകളുടെ ഉള്ളിലേക്ക് ഒരുപാട് നെഗറ്റീവ് മൈൻഡിലേക്ക് അവർ ഇറങ്ങിയ ആ ഒരു സമയത്ത് ഇപ്പോൾ അവർ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഓർമ്മകളാണ്. ഓക്കെ, നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് നോക്കാം എന്നുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഓർമ്മകൾ വന്നിട്ടുണ്ട്. മാത്രമല്ല അവർ മനസ്സിലാക്കുന്നുണ്ട് ജസ്റ്റിസ് ആണ്, ഇതൊരു കർമ്മയാണ് അല്ലെങ്കിൽ അവർ കൊടുത്തതാണ് അവർക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് അവരിവിടെ തിരിച്ചറിയുന്നുണ്ട്. അർഹമായ ആ ഒരു കൈകളിലേക്ക് തന്നെ ആവണം സ്നേഹം കൊടുക്കേണ്ടിയിരുന്നത്. തെറ്റായ ഒരു സ്ഥലത്താണ് സ്നേഹം കൊണ്ടുപോയി കൊടുത്തത് എന്നുള്ളൊരു തിരിച്ചറിവ് അല്ലെങ്കിൽ ആ ഒരു റിയാലിറ്റി ഇവരിപ്പോ തിരിച്ചറിയുകയാണ്. സിക്സ് ഓഫ് പെന്റക്കിൾസ് ആണ്. ഇനിയെങ്കിലും അർഹമായ രീതിയിൽ ആ ഒരു സ്നേഹം അർഹിക്കപ്പെട്ടവർക്ക് തന്നെ നൽകണം എന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവരിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മാനസികമായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. കാരണം അവർക്കിപ്പോൾ പ്ലാനിങ് ആണ് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു കാര്യം. കാരണം ഞാൻ പറഞ്ഞു അവർ ട്രാപ്പിലാണ് എന്നുള്ളത്. അവർക്ക് അവിടുന്ന് ചാടാനായിട്ട് അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷെ ബുദ്ധിപൂർവ്വം തന്നെ ഇവർ അതിന് വേണ്ടിയിട്ട് ഓരോ കരുക്കൾ നീക്കുന്നതായിട്ട് തന്നെ കാണിക്കുന്നത്. വളരെയധികം പെയിൻഫുൾ ആയ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇവരിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവിധ ഇമോഷൻസും
അതായത് ഇവർക്ക് ചിലപ്പോൾ ഒരു ഭയങ്കരമായിട്ടൊരു ദേഷ്യപ്പെടുന്ന സ്വഭാവം ഉണ്ടായിരുന്നിരിക്കാം. എടുത്തുചാടി ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുക. ചാടി ഇറങ്ങിയതിന് ശേഷം ഒറ്റച്ചാട്ടത്തിന് കിണറ്റിലേക്ക് ചാടിയിട്ട് പിന്നീട് അവിടെ നിന്ന് വേദനിച്ചിട്ട് ഓരോ കാര്യങ്ങൾ തിരിച്ചറിയുക. ഈ ഒരു രീതികളൊക്കെ ആയിരുന്നു ഇവരുടെ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഇവരുടെ ഒരു രീതികൾ എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവരുടെ ഇമോഷൻസ് അതിപ്പോ ദേഷ്യമാണെന്നുണ്ടെങ്കിലും വെറുപ്പാണെന്നുണ്ടെങ്കിലും എടുത്തുചാട്ടമാണെന്നുണ്ടെങ്കിലും എല്ലാവിധ ഇമോഷൻസിനെയും ഇവർ കൺട്രോൾ ചെയ്യാനായിട്ട് ശീലിക്കുന്നുണ്ട്. ആ ഒരു കൺട്രോൾ ചെയ്തിട്ട് ഇവരിപ്പോ ഒരുപാട് പ്രേ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് എത്രയും വേഗം ഒന്ന് മൂവ് ഓൺ ആകാനായിട്ട് സാധിക്കാൻ വേണ്ടി ഒരുപാട് പ്രേ ചെയ്യുന്നു, മാനിഫെസ്റ്റ് ചെയ്യുന്നു. എല്ലാ രീതിക്കും തനിക്കൊരു നീതി ലഭിക്കണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ആ ഒരു നീതിക്ക് വേണ്ടിയിട്ട് കേഴുക എന്ന് പറയുന്നത് പോലെ അതിന് വേണ്ടിയിട്ട് ഇവരിപ്പോ അലയുന്ന ഒരു അവസ്ഥയായിട്ട് തന്നെ കാണുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻസിനെല്ലാം പൂർണ്ണമായിട്ടും ഒരു പരിവർത്തനം സംഭവിച്ചിരുന്നെങ്കിൽ ആ ഒരു പരിവർത്തനത്തിലൂടെ ജീവിതത്തിനെ എല്ലാ രീതിക്കും ഒന്ന് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒരുപാട് ഒരു എന്താ പറയാ ഒരുപാട് നെഗറ്റിവിറ്റി ചുമന്ന് മുന്നോട്ടേക്ക് പോകുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിൽക്കുന്ന ഒരു സിറ്റുവേഷനും അവരുടെ ഒരു ചിന്താഗതികളും ഒക്കെ കടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ഈ ഒരു തേർഡ് പാർട്ടിയോടുള്ള ഇപ്പോഴത്തെ ഒരു മനോഭാവം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ കൊടുത്തിരിക്കുന്ന സ്നേഹം എല്ലാം തന്നെ പൂർണ്ണമായിട്ടും വേസ്റ്റ് ആയി പോയി. കൊടുക്കേണ്ട സ്ഥലത്തല്ല കൊടുത്തത്. എല്ലാം നഷ്ടപ്പെട്ടു പോയി. വളരെയധികം പ്രതീക്ഷയോടുകൂടി മുന്നോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും അവിടെയും നിരാശ തന്നെയാണ് ഫലം ലഭിച്ചിരിക്കുന്നത്. ഒരുതരം ഡിപ്രഷൻ അവസ്ഥയിലാണ് ഇവരിപ്പോ നിൽക്കുന്നത്. അപ്പൊ ഒരുപാട് ശ്രമിച്ചിട്ട് ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഇവർ ശ്രമിച്ചിട്ടും ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ പോലും ഇവർ ഇത്രയും ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ടായിരിക്കില്ല ആ ഒരു സമയത്ത്. ഓക്കെ. എന്തായാലും തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇവർ അതിനു വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചിട്ടുള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷെ ഇവർക്ക് അവിടെ നിന്നും ഇവർ എത്രത്തോളം ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവിടെ നിന്നും പ്രത്യേകിച്ച് ഗുണം ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഈ ഒരു ചീറ്റിംഗ് എനർജിയിലൂടെ ഇവരുടെ മനസ്സ് ഇപ്പോൾ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ തുടങ്ങി. അതായത് തേർഡ് പാർട്ടിയിൽ നിന്നും അകന്നു തുടങ്ങിയിരിക്കുകയാണ്. അവർക്ക് ഒരു വെറുപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇഷ്ടക്കേട് ഈ ഒരു തേർഡ് സിറ്റുവേഷനോട് വന്നു തുടങ്ങിയിരിക്കുന്നു. കാഴ്ചപ്പാടുകൾക്കെല്ലാം വ്യത്യസ്തത വന്നു തുടങ്ങിയിരിക്കുന്നു. ഇനിയും ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നൊരു ചിന്തയല്ല അവരിലുള്ളത്. മറിച്ച് അവർക്ക് ഈ ഒരു ടൈമിൽ നിങ്ങളെ കുറിച്ചുള്ള ഒരു ഓർമ്മകളാണ് അവരിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഇന്നർ വോയിസ് എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് അവരോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു കോംപ്രമൈസ് കൊണ്ടുവരണമെന്നും അതിലൂടെ ഈ റിലേഷൻഷിപ്പിലെ വീണ്ടും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ എല്ലാം പൂർണ്ണമായിട്ടും പരിഹരിച്ചുകൊണ്ട് തന്നെ ഇതിനെ വീണ്ടും മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുമാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നതും അതനുസരിച്ചിട്ടാണ് അവരുടെ മനസ്സ് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇവർ എന്തെങ്കിലുമുള്ള രീതിയിലുള്ള ഈഗോയിസോ അല്ലെങ്കിൽ ഇവരുടെ ഒരു സെൽഫിഷ് മൈൻഡ് കൊണ്ടിട്ട് ഇവർ ഭയങ്കര ഒരു ധാർഷ്ട്യമൊക്കെ കാണിച്ചിട്ട് മാറി നിന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരായിട്ട് തന്നെ ആ ഒരു ബ്ലോക്ക് കാര്യങ്ങളൊക്കെ മാറ്റാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്രയും വേഗം ഒരു മെസ്സേജോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നിങ്ങളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവർക്ക് ഇവരുടേതായ ചളിപ്പ് ജാള്യത ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ ഇവർക്ക് അതിനേക്കാൾ കൂടുതലായിട്ട് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നൊരു ചിന്തയുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് ഏതെങ്കിലും രീതിയിലൊരു സപ്പോർട്ട് അവർക്ക് കൊടുക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ എന്നുള്ളൊരു ചിന്തയാണ് ഇപ്പൊ ഇവരുടെ മൈൻഡിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതലായിട്ട് ഇവിടെ ഒരു സ്വാർത്ഥത മനോഭാവം വന്നില്ല എന്നുള്ളത് പറയാനായിട്ട് സാധിക്കില്ല. അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു തിരിച്ചറിവ് അവർക്ക് ലഭിച്ചിരിക്കുന്ന കർമ്മയാണെന്നുള്ളതൊക്കെ മനസ്സിലാകുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇവർക്ക് ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും രക്ഷപ്പെടുക കൂടെ വേണം. അപ്പൊ അതിന് നിങ്ങൾ ഒരുപക്ഷെ ഇവരുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇവരുമായിട്ട് മുന്നോട്ടേക്കുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നന്നായിട്ട് വന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ഇവരെ കെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ മറ്റു വ്യക്തികളുടെ ഓർമ്മകളിലേക്ക് വരാതെ നിങ്ങളെക്കുറിച്ച് തന്നെ ഇവർ ചിന്തിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും ഇവർക്ക് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു വഴി കൂടി ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആയിരിക്കും എന്നൊരു വിശ്വാസം വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ എത്രയും വേഗം നിങ്ങളെ ഒന്ന് കണക്ട് ചെയ്യണം, നിങ്ങൾക്കൊരു നീതി തരണം എന്നിവർ ചിന്തിക്കുന്നുണ്ട്. അർഹമായ രീതിയിൽ തന്നെ നിങ്ങളിലേക്ക് ആ ഒരു സ്നേഹം എത്തിക്കണം. ജെനുവിൻ ആയിട്ട് തന്നെയാണ് ആഗ്രഹങ്ങളൊക്കെ നിൽക്കുന്നതെന്നുണ്ടെങ്കിലും അവിടെയും ഒരു സെൽഫിഷ്നെസ് മൈൻഡ് ഇവരുടെ ഉള്ളിലുണ്ട്. ഓക്കെ. എങ്കിലും അവരുടെ സ്നേഹം ജെനുവിൻ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം അവർക്ക് നീതി തരണം എന്ന് തന്നെ ചിന്തിക്കുന്നത്. മാത്രമല്ല നിങ്ങളുടെ കണ്ണുനീരിന്റെ ആണ് അവർക്ക് ഈ ഒരു തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. അതും റിപ്പീറ്റ് ചെയ്ത്. ഇവർ നിങ്ങളെ ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ ഒരുപക്ഷെ ചതിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവർക്കും റിപ്പീറ്റ് ചെയ്ത് തന്നെയാണ് ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും ചതിയേറ്റ് വാങ്ങേണ്ടി വന്നിരിക്കുന്നത്. ആ ഒരു സിറ്റുവേഷൻസ് എല്ലാം തന്നെ ഇനി എന്തായാലും കോംപ്രമൈസ് ചെയ്യാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവരിപ്പോ നിങ്ങളെ ഒരുപാട് ഡ്രീം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഓർമ്മകളിലാണ് ഇവരിപ്പോ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡ്രീമിംഗ് ആണ് വന്നിരിക്കുന്നത്. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പ്രത്യേകിച്ച് ഇവർക്ക് സന്തോഷമോ കാര്യങ്ങളോ ഒന്നും ആഗ്രഹിച്ചു പോയ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പൊ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ഇവർക്ക് പകരം
മറ്റ് പല സിറ്റുവേഷൻസും ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇവർ കറിവേപ്പില എന്ന് പറയുന്നത് പോലെ ഒരു തുല്യം ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവരുടെ ആ ഒരു സമ്പാദ്യം അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു ഫിനാൻഷ്യലി ഒക്കെ ഭയങ്കര ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള വ്യക്തിയായിരുന്നു ഇവരെന്നുണ്ടെങ്കിൽ ആ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ലവിലേക്ക് തന്നെയാണ് ഈ ഒരു തേർഡ് പാർട്ടിയുടെ നോട്ടം മുഴുവനും പോയിരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അവരിപ്പോ നേടിയെടുത്തിട്ടും ഉണ്ടായിരിക്കും. അപ്പൊ കാര്യങ്ങളെല്ലാം തിരിച്ചറിയാനായിട്ട് ഇവർ കുറച്ചധികം സമയം എടുക്കേണ്ടതായിട്ട് എന്തായാലും വന്നിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും ആ ഒരു കാര്യങ്ങളെല്ലാം ഇവർ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ഹെർമിറ്റോളജി ആയതുകൊണ്ട് തന്നെ സ്വന്തം ഉള്ളിലേക്ക് തന്നെ നോക്കിയിട്ട് സ്വയം ഒരുപാട് കാര്യങ്ങൾ റിയലൈസ് ചെയ്യുകയാണ്, തിരിച്ചറിയുകയാണ്. എവിടെയൊക്കെയാണ് തെറ്റ് പറ്റിയത് എന്നുള്ളതും അതുപോലെ തന്നെ എവിടെയൊക്കെയാണ് താൻ തെറ്റ് ചെയ്തത് എന്നുള്ളതും ഒക്കെ ഇവരെ ഒരുപാട് മാനസികമായിട്ട് വേദനിപ്പിക്കുന്നുണ്ട്. ഇനി ഏതൊക്കെ സിറ്റുവേഷൻസ് ആരൊക്കെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഒരു പരിധിയിൽ കൂടുതലായിട്ട് ഇവർക്ക് വിശ്വസിക്കാനായിട്ടോ അടുപ്പിക്കാനായിട്ടോ ഭയന്നാണ് ഇവർ നിൽക്കുന്നത്. ഇവരുടെ ലൈഫിൽ ഇപ്പൊ ഇവർക്ക് നിങ്ങളുടെ ഒരു ഓർമ്മ വന്നിരിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവർക്ക് ഇപ്പൊ ആകെ വിശ്വാസമുള്ളത് നിങ്ങളെ മാത്രമാണ്. കാരണം കൂടെ കൂടിയ ആൾക്കാരിൽ നിന്നെല്ലാം ചതിയാണ് ഏറ്റുവാങ്ങേണ്ടിയിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തിയെ ഇവർ ഭയങ്കര അഡിക്റ്റ് ആയിട്ട് തന്നെ വിശ്വസിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതുകൊണ്ട് തന്നെയാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവിടെ ചീറ്റിങ്ങിന് പലതവണ നടന്നിട്ടും ഇവർ വീണ്ടും അതിനെ ഒന്ന് മാനേജ് ചെയ്ത് എങ്ങനെയെങ്കിലും വീണ്ടും ഒരു പുതിയ തുടക്കത്തിലൂടെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചിരുന്നത്. എന്നിട്ടും അവർക്ക് അവിടെ റിപ്പീറ്റ് ചെയ്ത് ആ ഒരു കാര്യങ്ങൾ നേരിടേണ്ടി വന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവരുടെ ചിന്താഗതി എന്തായാലും ഇപ്പോൾ മാറിയിരിക്കുന്നതും ഇവർക്ക് എല്ലാവരോടും ഒരുതരം ഭയം നിലനിൽക്കുന്നതും. വൈകാരികപരമായിട്ട് പൂർണ്ണമായിട്ട് ഇവർക്ക് ഒരു തീരുമാനം എന്ത് രീതിക്ക് എടുത്തിട്ടാണ് മാറേണ്ടത് അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകേണ്ടത് എന്നുള്ളത് അവർക്ക് ഇപ്പോഴും അറിയില്ല. ആ ഒരു അറിവില്ലായ്മ കൊണ്ടിട്ടാണ് അവർ നിങ്ങളുടെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഇനിയും ഉണ്ട് എന്നുള്ള രീതിക്ക് അവിടെ വരുത്തി തീർക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി ആയിട്ട് തന്നെ ഇവരെ മാറ്റി വിട്ടോളും എന്നുള്ളൊരു ചിന്തയായിരിക്കും ഇവരുടെ ഉള്ളിലുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരു ധൈര്യം, നിങ്ങളുടെ സപ്പോർട്ട് ഇവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു ധൈര്യം വരുമ്പോൾ ഇവർക്ക് അവിടെ നിന്ന് മാറാനായിട്ട് സാധിക്കും എന്നുള്ളൊരു ചിന്തയും കൂടിയായിരിക്കും. കാരണം ഇവർ ട്രാപ്പിൽ അകപ്പെട്ടാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് മാറാൻ കംപ്ലീറ്റ്ലി ഇവർക്ക് സാധിക്കുന്നില്ല. ആ ഒരു രീതിയിൽ ഇവരെ ലോക്ക് ചെയ്തിരിക്കുന്നതായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ എന്തൊക്കെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാലും സ്വന്തം ജീവിതത്തിന് ഒരു ജഡ്ജ്മെന്റ് വേണം. അതിലൂടെ അവർ നിങ്ങളിലേക്ക് വരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കിടയിലുള്ള ആ ഒരു കറുത്ത മറയെ എല്ലാ രീതിക്കും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരണം. കാരണം ഇവിടെ ലവേഴ്സ് എനർജി ആണ് വന്നിരിക്കുന്നത്. അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് വളരെയധികം പ്രണയം, സ്നേഹം, റെസ്പെക്റ്റ് ഒക്കെ തോന്നുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു പുതിയ തുടക്കം വേണം, ഒരു ന്യൂ ജേർണി വേണം നിങ്ങളുമായിട്ട് ഇനി. നിങ്ങളാണ് അവരുടെ ഒരു ഡെസ്റ്റിനി എന്നാണ് അവരിപ്പോൾ കരുതുന്നത്. അപ്പൊ ആ ഒരു ന്യൂ ജേർണി നിങ്ങളുമായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങളിലേക്ക് എത്തണം എത്രയും വേഗം. അതുപോലെ തന്നെ കംപ്ലീഷൻ ആണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ. അവരാൽ കഴിയുന്ന രീതിയിലുള്ള എഫേർട്ട് എല്ലാം ഇട്ടിട്ട് ഈ ഒരു ബന്ധത്തിനെ വളരെ മനോഹരമാക്കി തന്നെ വേണം ഇനി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ എന്നുള്ള ചിന്തകളിലൂടെയൊക്കെയാണ് ഇവരിപ്പോ കടന്നു പോകുന്നത്. ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്ന പോലെ ഇപ്പൊ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവരിപ്പോ ആ ഒരു ഒഴുക്കിനനുസരിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും അവരാൽ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും രീതിയിൽ അവിടെ നിന്ന് മാറിപ്പോരാനായിട്ട് അവർ ശ്രമിക്കുകയും അതിനു വേണ്ടിയിട്ട് റിസ്ക് എടുക്കാനായിട്ട് തയ്യാറെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും എല്ലാ രീതിക്കും അകപ്പെട്ട് കിടക്കുന്ന, ലോക്ക് ചെയ്തിട്ട് അകപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവരായിട്ട് തന്നെയാണ് പോയി ആ ഒരു ലോക്കിന്റെ അകത്തേക്ക് ചാടിയിരിക്കുന്നത്. എന്നാൽ ഇപ്പൊ അവിടെ നിന്ന് പൂർണ്ണമായിട്ടും ഇറങ്ങാനായിട്ട് സാധിക്കുന്നില്ല. ഒരുപാട് ഗിൽറ്റ് ഫീൽ ഒക്കെ ഈ ഒരു സമയത്ത് ഇവർക്ക് തോന്നുന്നുണ്ട്. ഇവർ ചെയ്ത ആ ഒരു മണ്ടത്തരം അല്ലെങ്കിൽ എല്ലാം തികഞ്ഞ ഒരാൾ എന്നുള്ള രീതിക്കൊക്കെ നടക്കുന്ന person ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടേത്. എനിക്ക് എല്ലാത്തിനും നല്ല കഴിവുണ്ട്, ഞാൻ ഭയങ്കര smart ആണ് എന്നൊക്കെ ഒരു കാണിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു person എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർ എന്തായാലും എല്ലാ രീതിക്കും പോയി അകപ്പെട്ട് നിൽക്കുന്ന ഒരു situation ആയിട്ട് കാണുന്നുണ്ട്. ആ ഒരു അകപ്പെടലിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്പൊ ഇവർക്ക് guilty feel തോന്നുന്നുണ്ട്. നിങ്ങളോട് ഇതൊക്കെ എങ്ങനെയാണ് തുറന്ന് പറയേണ്ടത്, നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു value എല്ലാം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ചിന്തയൊക്കെ ഇവരുടെ ഉള്ളിലേക്കുണ്ട്. എങ്കിലും ആ ഒരു ചിന്തകളെ എല്ലാം മാറ്റിമറിച്ചിട്ട് ഒരുപാട് സ്ട്രെസ് ഇവരിൽ ഉണ്ടെങ്കിൽ പോലും ഒരു പേഷ്യൻസ് ഇവർ കൈവരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞത്. കാരണം ഇപ്പൊ ഈ ഒരു സമയത്ത് അവരുടെ ഒരു ഈഗോ അല്ലെങ്കിൽ ആ ഒരു ഗിൽറ്റ് ഫീൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്വാർത്ഥതയും കൊണ്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പൂർണ്ണമായിട്ട് അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടാനോ സാധിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് എന്തായാലും ഓപ്പൺ ആയിട്ട് പറയണം എന്ന് ആഗ്രഹിച്ച് ഇമോഷൻസിനെ എല്ലാം കൺട്രോൾ ചെയ്തിട്ട് അവരിപ്പോ നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങളുടെ ഒരു ഓർമ്മകളിൽ തന്നെയാണ് അവരിപ്പോ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സിറ്റുവേഷൻസ് മുന്നിലേക്ക് എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒന്നും ശ്രദ്ധിക്കുന്നില്ല. സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ വ്യക്തികളുടെ എനർജി മാത്രമല്ല, ഇപ്പൊ അവരുടെ ആ ഒരു കരിയർ ആണെന്നുണ്ടെങ്കിലും മറ്റെന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അവർക്കിപ്പോ ഏറ്റവും കൂടുതലായിട്ട് മനസ്സിൽ നിൽക്കുന്നത് നിങ്ങളുടെ ഒരു ഓർമ്മകൾ തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ ഇത്രയും കൂടുതലായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കമ്മിറ്റ്മെന്റിലേക്ക് എത്താൻ നിൽക്കുന്ന വ്യക്തികളായിരിക്കും.
ആ ഒരു ധൈര്യത്തിലാണ് ഇവർ നിങ്ങളുടെ ഒരു ഓർമ്മകളിലേക്ക് എത്തിയിരിക്കുന്നത്. മറ്റാരേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും എന്നൊരു വിശ്വാസം ഇവരിലുള്ളത്. റിലേഷൻഷിപ്പിനെ എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്തിട്ട് ഒരു ബാലൻസിങ്ങിലേക്ക് കൊണ്ടുപോകണം എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഇവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. 6 ഓഫ് കപ്സ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നൊസ്റ്റാൾജിയ കാർഡാണ്. നിങ്ങളുടെ ഓർമ്മകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണിൽ ഇപ്പോൾ നിഴലിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ഇനി എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ എന്തായാലും ഇവർ ആഗ്രഹിക്കുന്നില്ല. കാഴ്ചപ്പാടുകൾക്ക് എന്തായാലും വ്യത്യസ്തത കൈവന്നിട്ടുണ്ട്. കാരണം ഒരുപാട് പ്രാവശ്യം അവിടെ ശ്രമിച്ചിട്ടും പരാജയവും അതുപോലെ വീണ്ടും ചീറ്റിംഗ് ഒക്കെ വന്നതിന്റെ ഭാഗമായിട്ട് ഈ ഒരു തേർഡ് പാർട്ടിയോടുള്ള ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു വിശ്വാസവും സ്നേഹവും എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അല്ലെങ്കിൽ അവർ കാണാൻ പാടില്ലാത്തതും കേൾക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് അനുഭവിച്ചറിയാനും നേരിട്ട് കാണാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അതോടുകൂടി തന്നെയാണ് ആ ഒരു ട്രസ്റ്റ് കംപ്ലീറ്റ്ലി പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തേർഡ് പാർട്ടിയോടുള്ള അവരുടെ മനോഭാവം എന്ന് പറയുന്നത് ഇപ്പം പൂർണ്ണമായിട്ടും ആ ഒരു സ്നേഹം ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇപ്പൊ ആകെ നിഴലിച്ച് നിൽക്കുന്നത് ഒരു ഭയം മാത്രമാണ്. അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാനായിട്ട് സാധിക്കും എന്നുള്ളൊരു ഭയം അവരിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ ഭയം നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും അവർ അതിന് വേണ്ടിയിട്ട് മാറ്റങ്ങൾ കൈവരിക്കാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാനോ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം അവർക്ക് നിങ്ങളോടുള്ള ഒരു മനോഭാവത്തിലേക്ക് നോക്കുമ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ ഒരുപാട് സ്നേഹവും റെസ്പെക്റ്റും നിങ്ങൾക്കൊരു നീതി തരണം എന്നൊരു ചിന്തയുമാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നടക്കുന്നതും ഇവർക്ക് അവരോടുള്ളൊരു ഫീലിങ്സ് കാണിക്കുന്നതും അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഓർമ്മ വന്നിരിക്കുന്ന ആ ഒരു ഫീലിങ്സും ഒക്കെ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇങ്ങനത്തെ ഒരു രീതിയിലാണ് അവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടർ ഒക്കെ ഈ ഒരു രീതിയിലാണോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഇവരുടെ ഒരു ക്യാരക്ടർ നമുക്കൊരു രണ്ട് മുഖം അണിഞ്ഞ ഇട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടേതായിട്ടാണ് കാണിക്കുന്നത്. ഇവർ രണ്ട് രീതിയിലാണ് പെരുമാറുന്നത്. പുറത്ത് കാണിക്കുന്നത് പോലെ ആയിരിക്കില്ല ഉള്ളിൽ പെരുമാറുന്നത്. ആ ഒരു രീതിയിലുള്ള വ്യക്തികൾ തന്നെയാണ്. പക്ഷെ ഇവിടെ ഇവർക്ക് ആ ഒരു ഇവരുടെ ഇമോഷൻസ് അല്ലെങ്കിൽ ഇവരുടെ യഥാർത്ഥ സ്വഭാവം എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. നിങ്ങളുടെ അടുത്ത് അവർ പല രീതിക്കും കാണിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് ഭയങ്കര ധാർഷ്ട്യവും കാണിച്ച് നിങ്ങളെ ഇട്ട് ഭരിപ്പിക്കുന്ന രീതിയായിരിക്കും അവർ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾ ഒരു ഒറ്റ വാക്കിൽ ഒരു ഒച്ച എടുത്ത് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ മിണ്ടാതിരിക്കുന്ന ഒരു രീതിയൊക്കെ ആയിരിക്കും അവർ പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷെ ഈ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് എന്തായാലും ആ ഒരു ക്യാരക്ടർ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, പുലി പോലെ ചെന്നിട്ട് എലി പോലെ തിരിച്ചു പോരേണ്ട ഒരു അവസ്ഥയാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ഇവരെക്കാൾ വെട്ടുന്ന ടൈപ്പ് ആയിരിക്കും ചിലപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ഇപ്പൊ എന്തായാലും പഠിച്ചിട്ടുണ്ട്, പാഠങ്ങൾ ഒരുപാട് മനസ്സിലായിട്ടുണ്ട് ഇവർക്ക്, തിരിച്ചറിവുകളൊക്കെ വന്നിട്ടുണ്ട്, തലയൊക്കെ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി നിങ്ങളുടെ അടുത്ത് നീതിപൂർവമായിട്ട് നിൽക്കണം, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളൊരു വിശ്വാസവും ആ ഒരു മാനസികാവസ്ഥയും എല്ലാം കൈവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഇവരായിട്ട് തന്നെ മനസ്സിലാക്കുന്നുള്ളതായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു റീഡിങ്ങുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കിട്ടുന്ന കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം. നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ റിലേഷൻഷിപ്പും ഒക്കെ ആയിട്ട് ഈ ഒരു ക്ലൂസിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അത്തം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്, ടി എന്നൊരു ലെറ്റർ, 1990 വന്നിട്ടുണ്ട്, ഡിസംബർ എന്നൊരു മന്ത്, 37, എ എന്നൊരു ലെറ്റർ, വി എന്നൊരു ലെറ്റർ, കാലിക്കറ്റ്, പൂരം എന്നൊരു സ്റ്റാർ, വിശാഖം എന്നൊരു സ്റ്റാർ, യു എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, കൊല്ലം, 7, രോഹിണി, എ എന്നൊരു ലെറ്റർ, 1968, എൻ എന്നൊരു ലെറ്റർ, 35 എന്നൊരു നമ്പർ, ഏപ്രിൽ, ഡിസംബർ, 4 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്, മലപ്പുറം, എ എന്നൊരു ലെറ്റർ അഗൈൻ വന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ലെറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ കൂടുതലായിട്ട് ഒന്ന് നോട്ടീസ് ചെയ്യുക. ഡിസംബർ എന്നൊരു മന്ത്, 1982, കൊല്ലം അഗൈൻ വന്നിട്ടുണ്ട്, നവംബർ, എറണാകുളം എന്നൊരു ഡിസ്ട്രിക്റ്റ്, ആർ എന്നൊരു ലെറ്റർ, ജെ എന്നൊരു ലെറ്റർ, 28, ടി എന്നൊരു ലെറ്റർ, ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് മകം എന്നൊരു ബർത്ത് സ്റ്റാർ ആണ്.
ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് പോസിറ്റീവ് ആയിട്ട് തന്നെ ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കമന്റ് ചെയ്യാവുന്നതുമാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.